ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് വേദാസ് ബ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ കുക്കിംഗ് ചെയ്തത് അമ്മയാണ്. പിന്നെ ഇന്നൊരു ഇന്നൊരു വിശേഷം കൂടി പറയാനുണ്ട്. ഇന്ന് എൻ്റെ അച്ഛൻ വന്ന് ഞാൻ അച്ഛനെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ്റെ പേര് രാജു എന്നാണ്. അച്ഛൻ കൊല്ലത്തിൽ നിന്ന് വന്നതാണ്. ഇതെന്റെ നിന്റെ അപ്പൂപ്പനാണോ? അപ്പം ഇതാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ കൊല്ലത്തുനിന്ന് വന്നതാണ്. അപ്പം കുറച്ച് നേരമുള്ളൂ വന്നിട്ട്. വന്ന കാര്യം പറഞ്ഞില്ല, സർപ്രൈസ് ആയിട്ട് വന്നതാണ്. അപ്പം ഞങ്ങൾ വന്നപ്പോഴാണ് അറിഞ്ഞത് വരണമെന്നുണ്ടെന്ന്. അപ്പം പപ്പയ്ക്ക് എന്താണ് പറയാനുള്ളത്? നല്ലൊരു പരിപാടിയാണ്. സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അച്ഛനെ ആർക്കെങ്കിലും പരിചയം ഉണ്ടാ നോക്കണം. വർക്കലയാണ് ഇപ്പം അച്ഛൻ നിൽക്കണം. ജോലി സ്ഥലം അവിടെയാണ്, വർക്കലയാണ് നിൽക്കണം. അപ്പോൾ ആർക്കെങ്കിലും പരിചയം ഉണ്ടോ ഇല്ലേ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൊല്ലത്തുനിന്ന് വന്നതാണ്, സർപ്രൈസ് ആയിട്ട് വന്നതാണ്. അത് സന്തോഷം. ഇന്നത്തെ സന്തോഷവും കുക്കിംഗ് വീഡിയോ അച്ഛനും വന്ന്. അപ്പം അച്ഛൻ എല്ലാം കൊണ്ട് സന്തോഷമായിട്ടുള്ള ഒരു ദിവസമാണ്. എല്ലാവരും കണ്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം. ഒരു ചക്ക ഇട്ടിട്ടുണ്ട്, പകുതിയാണ്. നല്ല അടിപൊളി ചക്ക. ഇതാണ് ഇന്ന് കറി വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒരാൾ ചക്കയിൽ തിന്നണം. പക്ഷെ എന്ത് ചെയ്യേ, കറി വെക്കണ്ടെന്ന് തോന്നുന്നു. തിന്ന് തീർക്കുമെന്ന് തോന്നുന്നു. തിന്ന് തീർക്കുമോ? ഞാൻ കഴിച്ച് തീർക്കാൻ പോയാണ്. ചക്കയുടെ എനിക്ക് ഭയങ്കര പ്രിയമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ചക്ക. ഈ ചക്ക ഇന്ന് കറി വെക്കാൻ കിട്ടൂല. ഇന്ന് കറി വെക്കാൻ കൊടുക്കുന്ന പരിപാടിയില്ല. കഴിക്കണം, പച്ചക്ക് കഴിക്കണം. ഷുഗറിനും എന്തൊരു ഔഷധമാണ്. ഷുഗറിനും ക്യാൻസറിനും എല്ലാം പറ്റിയ ഒരു മരുന്നാണ് ഈ ചക്ക. ഈ ചക്ക ഇഷ്ടം പോലെ കഴിക്കാം നമുക്ക്. പിന്നെ പഴുത്ത ചക്ക മാത്രം ആവശ്യത്തിനെ കഴിക്കാവൂ, കൂടുതൽ കഴിക്കാൻ പാടില്ല. എന്നുവെച്ചാൽ ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കൂടും. അതുകൊണ്ട് ഈ ചക്ക പഴം ആവശ്യത്തിന് കഴിക്കാതെ പച്ച ഇഷ്ടം പോലെ കഴിക്കാം, ഒരു കുഴപ്പമില്ല. ക്യാൻസറിന് പറ്റിയ മരുന്നാണ്. ക്യാൻസറിനും ഷുഗറിനും പറ്റിയ മരുന്നാണ് പച്ച ചക്ക. പച്ച ചക്ക, ചക്കപ്പൊടി, ചക്ക പച്ചയ്ക്ക് അതിനെ ഉണക്കി പൊടിച്ച് അതിന് തിരിലടച്ച് വെക്കുക. അത് കുറേശ്ശെ പാലില് എന്തെങ്കിലും കലക്കി കുടിക്കുക. പറ്റിയ മരുന്നാണ് ചക്ക. ചക്ക ഞങ്ങൾ കറി വയ്ക്കാൻ പോകുന്നു. ഞങ്ങൾ കുഴച്ചെടുക്കാൻ പോകുന്നു. കുഴച്ച് ചക്കയും മീനും നിങ്ങൾ കഴിക്കാൻ പോകുകയാണ്. നല്ല ചക്കയാണ്. നല്ല ചക്കയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ചക്കയാണ്. ചക്ക മാത്രമോ, ഇന്ന് വേറെ ഒന്നും വേണ്ട. ആർക്കെങ്കിലും വേണോ ചക്ക? ഓഫ് ചെയ്തോ? അപ്പോൾ ഗൈസ്, ഞാൻ ചക്ക വെട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരാൾ തിന്ന് അടുത്തെന്ന് തോന്നുന്നു. തിന്ന് മടുത്തില്ല. അങ്ങനെയൊന്നും മടുക്കൂല ഗൈസ്. ചക്ക അങ്ങനെയൊന്നും മടുക്കുന്ന സാധനമല്ല ചക്ക. ചക്ക ഇഷ്ടം പോലെ കഴിക്കാം. അപ്പം ഇഷ്ടപ്പെടുന്നെങ്കിൽ കമൻറ്റ് ചെയ്യണേ, മറക്കല്ലേ. കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എന്ത് അഭിപ്രായം നിങ്ങൾക്ക് പറയാം. ചക്ക കഴിച്ച എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തരിക. പിന്നെ 2 ദിവസം കൊണ്ട് ഞങ്ങൾ എടുക്കുന്ന വീഡിയോ ഇടാൻ പറ്റുന്നില്ല. കാരണം നെറ്റിൻ്റെ പ്രശ്നമുണ്ട്. മഴ ആയതുകൊണ്ട് നെറ്റിൻ്റെ പ്രശ്നമുണ്ട്. നെറ്റ്വർക്ക് എന്തോ പ്രശ്നമാണ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. അപ്പം അതാണ് വീഡിയോ വരാനുള്ള താമസം. ചാനലിൽ ഒക്കെ വരാനുള്ള താമസം അതുകൊണ്ടാണ്. അപ്പം മഴയാണ്, എല്ലായിടും മഴ, നല്ല മഴയുണ്ട്. ഇന്നൊന്ന് തോന്നിക്കുക. അവിടെയൊക്കെ മഴയുണ്ടോ? അപ്പോൾ ഇതാ ചക്ക വെട്ടിക്കൊണ്ട് തീർന്നില്ല. പകുതിയാണെങ്കിലും ഒരുപാടുണ്ട്. വലിയ ചുളയാ വേണ്ടേ, ഒരുപാടുണ്ട്. വെട്ടിക്കൊണ്ടിരിക്കുകയും
ചക്ക തിന്ന് ഇരിക്കുന്നു. ഈ ചക്ക ഫുള്ളും തീരുമെന്ന് തോന്നുന്നു. ഇന്നോ ചക്ക ഇന്നോ അമ്മയ്ക്ക് ചക്ക മാത്രം മതി, ചക്ക മാത്രം മതി വെച്ചാൽ കൊടുത്താൽ മതി. എത്ര വേണോ കഴിക്കും. ചക്കക്കുരു നല്ലതാണ്, ചക്കക്കുരു നല്ലതാണ്. ചക്കക്കുരു കോൺവാക്സ് ഓലയ്ക്ക് സംഭവം ചേർക്കുന്ന ഒരു സാധനമാണ്. വിറ്റാമിൻ അല്ലേ ചക്കക്കുരു. ചക്കക്കുരു നല്ലൊരു പോഷക പൊടിയാണ്. അത് ഉണക്കി പൊടിച്ച് ഇടിച്ച് ഒരു കോളേജിലൊക്കെ ചേർക്കുന്ന ചക്കക്കുരുവാണ്. ചക്കക്കുരു കൊണ്ട് പല പൊടികളിലും ചേർക്കും. കുഞ്ഞുനാള് മുതലേ ചക്ക കഴിച്ച് കുഞ്ഞുനാളെ ചക്ക ഇഷ്ടം പോലെ കഴിക്കും. ഞങ്ങൾ ലാഭം ഉണ്ടായിരുന്നു. അത് ചക്ക ഇഷ്ടം പോലെ ഞങ്ങൾ കഴിക്കും. ഞങ്ങൾ ലാഭം ഇപ്പോൾ ചക്ക ഞങ്ങൾ വിലയ്ക്ക് വാങ്ങുകയാണ്. ചക്ക ഇപ്പം ഞങ്ങൾക്ക് ലാഭമൊന്നുമില്ല. അത് ഞങ്ങൾ ചക്ക വിലയ്ക്ക് വാങ്ങുന്നത്. ഇതിപ്പോ ഒരു ചക്ക കൊണ്ടുവന്നത് അച്ഛൻ വന്നപ്പോ കൊണ്ടുവന്നേന്. കൊല്ലത്തുള്ള ചക്കയാണ് കേട്ടോ. കൊല്ലം ചക്ക. എന്റെ വീട്ടില് പ്ലാവൊക്കെ ഉണ്ട്. എന്റെ അമ്മേടെ വീട്ടില് അവിടെ സ്ഥലത്ത് പ്ലാവൊക്കെ ഉണ്ട്. പ്ലാവ് എല്ലാം ഉണ്ട്. അപ്പം അവിടെ നിന്ന് ചക്ക കൊണ്ടുവന്നതാണ്. അച്ഛൻ വന്നപ്പോ കൊണ്ടുവന്ന് തന്നിട്ട് പോയി. അപ്പം ഒരു ദിവസം എൻ്റെ വീട് ഞാൻ കാണിച്ചു തരാം കഴിച്ചു. അവിടെ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം എല്ലാം. അവിടെ എന്ന് പറഞ്ഞാൽ നല്ല സൈലന്റ് ഏരിയയാണ്. ചെല്ലിരിക്കാൻ സിറ്റി അല്ല, ഗ്രാമമാണ്. റബ്ബർ തോട്ടമാണ്. റബ്ബർ തോട്ടത്തിന്റെ ഇടയ്ക്കാണ് വീട്. ഞങ്ങള് സിറ്റിക്കകത്ത് കിടന്ന് തന്നെ. പിന്നെയാണ് ഇപ്പം അവര് പോയിട്ട് തന്നെ 3 വർഷമായി, 4 വർഷമാകുമ്പോൾ. അപ്പൊ അവരങ്ങ് പോയപ്പോ അപ്പൊ അവിടെ താമസിക്കും. അവിടെ ചെന്ന് നിൽക്കാൻ നല്ല സുഖമാണ്. ഉറങ്ങുന്ന അറിയില്ല. പക്ഷെ ഒരു കാര്യം, മഴ പെയ്താ മാത്രം ഒരു സീനുണ്ട്. അവിടെ മറ്റേ ചെറിയ വണ്ടുണ്ടല്ലോ, ചെറിയ വണ്ട് മഴ പെയ്ത വണ്ടിന്റെ കേന്ദ്രമാണ്. വീട് മൊത്തം വണ്ട് കയറും. ഭയങ്കര ശല്യം. ഇതൊന്നും കഴിച്ചില്ല, എന്തോ ആണ് അതിനെ പറയണത്. കറുത്ത ചെറിയ വണ്ട്. ലൈറ്റ് ഇട്ടാൽ മാത്രമേ ഇത് വരും. ഇത് മഴ പെയ്ത് നല്ല മഴ പെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കും. ചക്ക കറി വയ്ക്കാൻ പോവുകയാണ്. അതിനുള്ള ചേരുവകൾ: തേങ്ങ, കാന്താരി മുളക്, മലങ്കാന്താരി ഉണ്ടല്ലോ, കാന്താരി മുളക്, വെളുത്തുള്ളി, കുരുമുളക്, ജീരകം, കറിവേപ്പില. ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അത് ഇതെല്ലാം കൂടെ ചതച്ചെടുത്താൽ മതി. ചതച്ച് അരയ്ക്കണം. നല്ലതുപോലെ അരയ്ക്കണ്ട, നല്ല ചതച്ചങ്ങ് എടുത്താൽ മതി. അരച്ച് ചക്ക കഴുകി കുക്കറിലിട്ട് വേവിക്കുക. ചക്ക വെന്തിട്ടുണ്ട്. ഞാൻ കുക്കർ തുറക്കാൻ പോവുകയാണ്. കുക്കർ തുറന്നിട്ടുണ്ട്. ഇനി കുഴയ്ക്കാൻ പോവുകയാണ്. ചക്ക നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. കുഴച്ച് നല്ല ഇതായിട്ടുണ്ട്. ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. സൂപ്പർ, എല്ലാം കണക്കിനുണ്ട്. ഇനി മീൻകറി ആയിട്ടുണ്ട്. മീൻകറിയും ചക്കയും കൂടെ കുഴച്ച് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു, ചോറൊക്കെ കഴിച്ചു. ഇനി മോളെ പോയി വിളിച്ചുകൊണ്ട് വരട്ടെ. മോളെ സ്കൂൾ വിടാനുള്ള ടൈമായി. 3:10 3:30 വിടും. അപ്പം ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരട്ടെ. അവളെ കൂട്ടുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. അവളെ കൂട്ടിക്കട്ടെ. അടുത്ത് തന്നെ സ്കൂള്, കുറച്ച് ദൂരേ ഉള്ളൂ. അപ്പം ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരട്ടെ. ഇപ്പോൾ ഗൈസ് ഞാനവിടെ എത്തി. ഇതാണ് അവളുടെ സ്കൂള്. ഇവിടെ
ഗൈസ് കണ്ട ഗൈസ് നോക്കണ കണ്ട ഗൈസ് ആ പടിയിലവിടെ വന്ന് നിൽക്കുകയാണ് ഗൈസ് ആ ജനലിൻ്റെ അവിടെ ഉണ്ട് ഗൈസ് അതുകൊണ്ട് നോക്കണം കൂട്ടുകാരെ വിളിച്ചോണ്ടത് നോക്കുകയാണ് ഗൈസ് സ്കൂള് വിട്ടില്ല സ്കൂള് വിട്ടാലേ ഇനിയിപ്പോൾ പുറത്ത് വിടുള്ളൂ ഇവിടെ ജനലിൻ്റെ അവിടെ ഒന്ന് നോക്കുകയാണ് ഗൈസ് അപ്പം ഞാൻ അവളെ കൂട്ടി ഗൈസ് അവളെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വന്ന് ഇനി തിരിച്ച് വിട്ടിട്ട് പോവാണ് അപ്പം കിട്ടിപ്പോട്ടെ ഓക്കെ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക പിന്നെ ബെൽ ബട്ടൺ നിൽക്കാൻ മറക്കരുത് കാരണം ബെൽ ബട്ടൺ അമർത്തിയാലേ നിങ്ങൾക്ക് ഞങ്ങളിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക ഫുൾ സപ്പോർട്ടും തരിക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് പറയാം ഈ ആവുകയാണെങ്കിൽ അത് കമൻറ്റായിട്ട് പറയേണ്ടതാണ് അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ അടുത്തൊരു നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ബൈ ബൈ ബൈ